നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ഒഴിച്ചുകൂട്ടാൻ എല്ലാവർക്കും അറിയണ കൂട്ടാൻ തന്നെയാണ് കേട്ടോ. എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും അറിയാത്തതുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ന്യൂജൻ, അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഒരു സിമ്പിൾ ഒഴിച്ചുകൂട്ടാൻ. ഇപ്പം മാങ്ങയുടെ സീസണാണ്, മുരിങ്ങാക്കായുടെ സീസണാണ്, തക്കാളിയും ഇഷ്ടംമാതിരി കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഒഴിച്ചുകൂട്ടാനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഒരു നാടൻ ഒഴിച്ചുകൂട്ടാൻ തന്നെയാണ്. അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണ് കേട്ടോ. ഞാൻ തുവരപ്പരിപ്പ് സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് നന്നായിട്ട് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഒരു മൺകലത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ ഒരു വലുതെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിടാം. മുരിങ്ങാക്കായ ധാരാളം ഉണ്ട്, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ വലിയ വില ഇല്ലാതെ ധാരാളം കിട്ടുന്ന ഒരു സീസണാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഒഴിച്ചുകൂട്ടാൻ തനി നാടൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പം തന്നെ ഇടേണ്ട കാര്യമില്ല, ഒന്ന് വെന്തിട്ട് മതി. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് കൊണ്ടേക്കാം കേട്ടോ. ഈ ഒഴിച്ചുകൂട്ടാനിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ നാളികേരത്തിൻ്റെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എരിക്കനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അതോടൊപ്പം തന്നെ നല്ല ജീരകം ഒരു അര ടീസ്പൂൺ, ഇത് അവോയ്ഡ് ചെയ്യരുത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങി. ഈ സമയത്ത് ഇനി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മുരിങ്ങക്കായ വല്ലാതെ വെന്തുടയും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഒന്ന് നന്നായിട്ട് വേവട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, വീട്ടിലുണ്ടായ മുരിങ്ങക്കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തു കേട്ടോ. ഇനി നമുക്ക് ഫൈനായിട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അടിപൊളി ഒഴിച്ചു കൂട്ടാൻ. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്താ മണം വരണം, മുരിങ്ങക്കായ അല്ലെങ്കിൽ തന്നെ ഒരു നല്ലൊരു മണമല്ലേ. ഇനിയിപ്പോൾ വളരെ പരിതാപകരമാണെന്ന് കരിവേപ്പിൻ്റെ ഇല, അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളതെന്ന് 2 ഇല പറിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണം വേറെ തന്നെയാണ്. പിന്നെ വിഷമൊന്നും അടിക്കാത്തതല്ലേ, അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. അത്രേ പറ്റുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു വറവും. അപ്പം നമ്മൾ കടുക് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ഉലുവ അര ടീസ്പൂൺ, പിന്നെ നമ്മുടെ ഉണ്ടമുളക് വറുത്തോട്ടി. ഇത്ര പണിയുള്ളൂ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചോറ് ഇളമിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്ക മാങ്ങ തക്കാളി കൂട്ടാൻ. ഒപ്പം കണ്ണിമാങ്ങ വീണത് ജസ്റ്റ് വെറുതെ ഒരു നുള്ളു മുളക് പൊടി ഉപ്പിട്ടിട്ട് ചെയ്തതാണ്. ഉരുട്ടാം. എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ കണ്ടുല്ലോ, ചോറ് പിടി പിടിയെന്ന് ചെല്ലും. നല്ലൊരു കൂട്ടാനല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.